ഉണ്ട്, ഡോഗ് ഉണ്ട്, ബിസിനസ് ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോ ഒരു സാധനം മാത്രം മിസ്സിംഗ് ആണ്. ഒരു ഗേൾ ഫ്രണ്ട് എവിടെയും കാണുന്നില്ല. എന്തിനാ ഈ ഗേൾ ഫ്രണ്ട്സ് തലകേറ്റി വെക്കുന്നത്? സത്യം പറയില്ല, മസ്താനി ഇരിക്കുന്നോണ്ട് ഞാൻ പറയില്ല. പെണ്ണൊരു തലവേദനയാണ്. പെണ്ണാണോ അവള് വേണ്ട. ബോയ്സ്, ഗേൾസ്, കാർസ്, ഡോഗ്സ്. ആ ഗേൾ എടുത്ത് തിരിച്ചിട്ട് ആ ഓർഡർ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഡോഗ്സ് ആണ് മണ്ടയ്ക്ക്, കാസ് രണ്ടാമത്, പിന്നെ ബോയ്സ്. ഗേൾസ് ഓപ്ഷൻ വേണ്ട. നമ്മളെങ്ങനെ ഒരാളെ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് കാലാകാലം ജീവിക്കാന്ന് പോകണില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പം ചാവാൻ നേരത്തെ വെള്ളം തരാൻ ഒരാളുണ്ടെങ്കിൽ നല്ലതാണ്. ആ ഒരു സ്കീം ഉണ്ട്. നീ അലോപേഷ്യയുടെ ഒരു ഇൻസ്റ്റന്റ്, അതപ്പോ ഏത് സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? പണ്ട് പ്രേമിച്ചത്. എന്നിട്ട് പെണ്ണു പോയി മുടി പോയി. അതുകൊണ്ടാണോ പെണ്ണു പോയത്? അങ്ങനെ ഞാൻ പറയത്തില്ല. ചിലപ്പായിരിക്കും, ആയിരിക്കാം, അല്ലായിരിക്കാം. മനസാക്ഷിയോട് ചോദിക്കൂ അല്ലേ. അപ്പൊ എങ്ങനെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ? അന്നൊക്കെ ഉണ്ടായിരുന്നു ട്രീറ്റ്മെന്റ്. അന്ന് നമ്മൾ ഇതൊക്കെ ഇതിന്റെ പുറകെ മുടിയാണെല്ലാം ഒരു മനുഷ്യന്റെ ലുക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് മുടിയാണെന്നൊരു സ്കീമിലൊക്കെ നമ്മൾ ഒരുപാട് ഞാൻ കയറി ഇങ്ങനത്തെ ഹോസ്പിറ്റലൊന്നും ഇല്ല. അപ്പൊ 16 ഇയേഴ്സിലെ സ്ട്രെസ് എന്തായിരുന്നു? ഹെവി സ്ട്രെസ് അല്ലായിരുന്നു. പെണ്ണ് പോകുന്നു, നമ്മുടെ ലുക്സ് മാറുന്നു, ആൾക്കാരിങ്ങനെ നോക്കുന്നു, അതൊക്കെ ഭയങ്കര ബാഡാ. ഈ ലുക്സ് ഒക്കെ കാണുമ്പോൾ ഒരു വില്ലൻ ലുക്ക് കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടില്ലേ? അതിനെങ്ങനെ എടുക്കുന്നത്? ഇഷ്ടമാണോ അങ്ങനെ? പിന്നെ എനിക്ക് ഇനിയൊരു സിനിമ ചെയ്താൽ കൊള്ളാന്നുണ്ട് വില്ലനായിട്ട്. ഒരു സൈക്കോപാത്ത് സീരിയൽ കില്ലർ, എല്ലാരെയും വരുന്നു, കൊല്ലുന്നു, സന്തോഷം കണ്ടെത്തുന്നു. അതിനുണ്ട്. എനിക്ക് പോണോ? ഉറക്കത്തിൽ വന്ന് ഞാൻ തീരുമാനം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ഇപ്പൊ കാർസ് ഉണ്ട്, ഡോഗ് ഉണ്ട്, ബിസിനസ് ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോ ഒരു സാധനം മാത്രം മിസ്സിംഗ് ആണ്. ഒരു ഗേൾ ഫ്രണ്ട് എവിടെയും കാണുന്നില്ല. ഗേൾ ഫ്രണ്ടിന്റെ ടോപ്പിക്ക് പറയാതിരിക്കാൻ വേണം. ഞാൻ വേറെ ഇന്റർവ്യൂ പോയി ഞാൻ ഗേൾ ഫ്രണ്ടിന്റെ ടോപ്പിക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ബ്രേക്കപ്പ് ആയി. എത്ര നാൾ പ്രണയിച്ചു? ഞങ്ങളൊരു 3 കൊല്ലം. ആണോ? എന്ത് ബ്രേക്കപ്പ് ആയപ്പോ? എന്തുകൊണ്ടാ ബ്രേക്കപ്പ് ആയത്? ബ്രേക്കപ്പ് അതൊക്കെ ആയി പോലോ, നമ്മുടെ എത്ര സാഹചര്യമല്ലേ. പെട്ടത് തേച്ചതാണോ? ആരാ? ഞാനോ? ഏയ്, ഞാൻ തേക്കത്തില്ല, ഞാൻ ലോയല. ഞാൻ എന്റെ പിള്ളേരെ ലോയല. പണ്ട് പോയതാ. ഇപ്പൊ എവിടെയും ഉണ്ടാവും, എവിടെയും ഉണ്ടാവും. അറിയാം, ഉറപ്പായിട്ട് കാണുന്നുണ്ടാവും. കോണ്ടാക്ട് ഒന്നുമില്ല. പിന്നെ അതിനുശേഷം അപ്പൊ വേറെ ഗേൾ ഫ്രണ്ട്സ്, പ്രണയം, റിലേഷൻസ്, മാരേജ് താല്പര്യമില്ല. അത് സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യാനാണ്. മതി. അതിനേക്കാളും വേറെ രസം വേറെ എന്തെങ്കിലും ഉണ്ട്. എന്തിനാ ഈ ഗേൾ ഫ്രണ്ട്സ് തലകേറ്റി വെക്കുന്നത്? സത്യം പറയില്ല, മസ്താനി ഇരിക്കുന്നോണ്ട് ഞാൻ പറയില്ല. പെണ്ണൊരു തലവേദനയാണ്. അത് ഞാൻ അത് തലവേദന അല്ലേ. കുറെ കാര്യങ്ങള് നമ്മുടെ ലൈഫിലോട്ട് എന്റെ ലൈഫൊക്കെ ബോയ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു രീതി. അതിനുള്ളിട്ട് പെണ്ണ് വരുമ്പോൾ എന്റെ ഫ്രണ്ട്സ് വരാൻ പാടില്ല, എന്റെ പിള്ളേരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുടക്കം പറഞ്ഞ ഡയലോഗ് ദാറ്റ്സ് ദ മെയിൻ ഡോർ, യു ക്യാൻ ലീവ്. ആ ഒരു സ്കീം ഞാൻ പറയുന്നത്. പെണ്ണിന്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ വരാം. നല്ലത് ഞാൻ പറഞ്ഞില്ലേ, നല്ലത് കിട്ടിയാൽ എന്തായാലും നോക്കും. നല്ലത് കിട്ടത്തില്ല. എന്റെ ഒരു ഇത് വെച്ചിട്ട് നല്ലത് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ പിന്നെ അതെ, എനിക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് അഡാപ്റ്റ് ആയിട്ട് വരാനൊരാള് ടഫാണ്. പിന്നെ ഞാൻ പഴയ പെണ്ണ് പോയപ്പോ പിന്നെ ആ വഴിക്ക് ഇങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. പെണ്ണാണോ അവള് വേണ്ട. ആ സ്കീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോക്കാൻ നമുക്ക് സമയമുണ്ടല്ലോ. സമയം. പക്ഷെ അത് ശരി, നമ്മളിപ്പോ ഒരു ട്രാക്കിൽ പോയി കഴിയുമ്പോ പെട്ടെന്ന് ഒരാൾ ഇടിച്ചു കയറി വരുമ്പോ ചിലപ്പോ ബുദ്ധിമുട്ടാവും. ഒരു പപ്പിയാണെങ്കിൽ ഞാൻ കുറച്ചും പറഞ്ഞു നമുക്ക് ട്രെയിൻ ചെയ്ത് പുതിയൊരാളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന്റെ ക്യാരക്ടർ ചേഞ്ച് ആവത്തില്ല. ലോയലാണോ അൺലോയലാണോ ഏതാ നമുക്ക് മനസ്സിലാവാത്ത സ്വഭാവങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറയുന്ന പോലെ
സെറ്റ് ആവാൻ ചാൻസ് ഇല്ല. ഇല്ല. എന്നാലും ഒരു കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ, ഈ നല്ലത് വന്ന് എടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനത്തെ നല്ലതിനെ ഉദ്ദേശിക്കുന്നത്? അതാണ് ഞാൻ കുറച്ചും പറഞ്ഞത്, പെണ്ണാണോ വേണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റ്. പെണ്ണിന് വേണ്ടേ? പെണ്ണിനെ വേണം. അയ്യോ, പെണ്ണ് കുറച്ച് എവിടത്തിലൊക്കെ വരുമല്ലോ. അതിപ്പോ ഡെഫിനറ്റ്ലി അങ്ങനെയാണല്ലോ. ഞാനൊരു സിംഗിൾ ലൈഫ് വെച്ചിട്ട് നിത്യബ്രഹ്മചര്യമായിട്ട് ജീവിക്കാൻ പോകുന്ന ആളൊന്നുമല്ല. കുറച്ചുകൂടെ കഴിയട്ടെ, ലൈഫ് കുറച്ചുകൂടെ സെറ്റ് ആവട്ടെ. എന്നാലൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ, കുറച്ച് സ്വഭാവം. ബിസിനസ് മാനേജ് ചെയ്യാൻ പറ്റണം, പിള്ളേരെ നോക്കാൻ പറ്റണം, എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, നന്നായിരിക്കണം. അത്രേ ഉള്ളൂ. അല്ല വല്ല കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടൊരു കാര്യമൊന്നുമില്ല. ഇതൊക്കെ എപ്പോ വേണമെങ്കിലും പോകുന്ന കോൺസെപ്റ്റ്. ഞാനത് എവിടെയാണാവൂലേ, ഒരനുഭവമാണ്, ഒന്നിലധികം അനുഭവം. അതിലൂടെ നിർത്തി സെറ്റായി, തികഞ്ഞു കിട്ടി. ഇതിനപ്പുറത്തോട്ട് ഇനി ഒന്നും വേണ്ട. ഒരുപാട് നന്ദിയുണ്ട്. ഒരു കണക്കിന് അവള് പോയത് നന്നായി. പോയതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ എത്തിയത്. അത് കറക്റ്റാ. അന്ന് ഞാൻ പറയുമെന്ന് വിചാരിക്കരുത്, മനസ്സിലായോ? അത് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞതാ. നീ പോയത് കൊണ്ടല്ല ഞാനിങ്ങനെ ആയത്, ഞാൻ കഷ്ടപ്പെട്ട് തന്നെ. ചില ആൾക്കാർ ലൈഫ് ഇന്ന് പോയാലേ നമുക്ക് വേറൊരു മോട്ടിവേഷൻ കിട്ടും. അല്ല, ആര് പോയാലും നമുക്കിപ്പോ അങ്ങനൊന്നുമില്ല. എനിക്ക് എല്ലാം ഓക്കെ. ആര് പോയാലും നെക്സ്റ്റ് ഡേ ഇസ് ഡേ 1. വിൽ സ്റ്റാർട്ട് ബിൽഡിങ് എവറിത്തിങ് അപ്പ് അഗൈൻ. അതിപ്പോൾ ആര് വന്നാലും ആര് പോയാലും ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡാ. നമ്മളെങ്ങനെ ഒരാളെ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് കാലാകാലം ജീവിക്കാന്ന് പോകണില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പം ചാവാൻ നേരത്തെ വെള്ളം തരാൻ ആളുണ്ടെങ്കിൽ നല്ലതാണ്. ആ ഒരു സ്കീം ഉണ്ട്. നമുക്ക് നോക്കാം. ഇതൊക്കെ ഇതെന്താ പറയാ, നമുക്ക് വേണം എന്നാലും ശരിയാവില്ല. അതാണ് വേണ്ട ആ ഒരു സ്കീമാ. സമയമുണ്ടല്ലോ. ഫാമിലിന്ന് നിർബന്ധം വരില്ലേ ഏയ് മാരേജ് ചെയ്യണം? ആകെ ചേട്ടനുണ്ട്, ചേട്ടൻ മാരി ചെയ്തു, അത് കഴിഞ്ഞു. ഇനി അതെല്ലാം ആയല്ലോ. ഒരാള് പുറത്ത്, ഒരാളകത്ത്. ഒരാളുടെ കല്യാണം കഴിഞ്ഞ ഒരാൾ കല്യാണം കഴിയണ്ടായി. അവര് ബോധം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ എന്നെ ഇപ്പൊ കെട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഈ കെട്ടിച്ചതൊക്കെ നമ്മള് എന്ത് ചെയ്യാൻ അതൊക്കെ. അതുകൊണ്ട് ഈ ഒരു കല്യാണം നടത്തണമെങ്കിൽ എന്തൊരു ചെലവാ, ഇതൊക്കെ നമ്മൾ തന്നെ നോക്കണ്ടേ. വേറെ ആരും നോക്കാൻ പറ്റത്തില്ലല്ലോ. കല്യാണം ഇപ്പൊ എന്തായാലും വേണ്ട, പ്രൈവറ്റ് വെഡിങ് മതി, ഇന്റിമേറ്റ്, കുഞ്ഞി കുറച്ച് ആൾക്കാർ. അങ്ങനെ അതൊക്കെ താല്പര്യമുള്ള പരിപാടിയാണ്. പക്ഷെ അത് എല്ലാവർക്കും താല്പര്യം വേണ്ടേ? അതാ ഞാൻ പറഞ്ഞ, ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടാവോ? ഇല്ല, ഉണ്ടാവാതിരിക്കും. അപ്പൊ നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്യണ്ടേ? അങ്ങനെ ഒരുപാട് പേരെ റെസ്പെക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ആരെ എടുക്കാതെ. എന്റെ വീഡിയോസിൽ ഞാൻ കണ്ടില്ല, ഞാൻ അങ്ങനെ അധികം ആൾക്കാരോടൊന്നും ചില്ലടിച്ച് അങ്ങനെ പോലെ. കുറച്ച് പേര് വിൽ ചിൽ. ഇപ്പൊ നമുക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഫോർ ദ ഡേ വി ക്യാൻ ചിൽ. നെക്സ്റ്റ് ഡേ നമ്മൾ ഫ്രണ്ട്സ് ഒന്നുമല്ല. ആ ഒരു രീതിയിൽ യു സ്റ്റേ യുവർ വേ, ഐ സ്റ്റേ മൈ വേ. എപ്പോഴെങ്കിലും കണ്ടാ ഡെഫിനറ്റ്ലി വിളിക്കാം. സുഖമാണോ? സുഖം, എന്നാ ശരി, നടക്കട്ടെ. അത്ര നമുക്കൊരു 1 മിനിറ്റ് ഒരു കോൺവെർസേഷൻ വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്തോട്ടൊന്നും ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാ. ഇപ്പോ ഞാൻ ചെയ്യട്ടെ, ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോഴൊക്കെ എന്തായാലും കുറച്ച് ഗേൾസിന്റെ മെസ്സേജസ് ഒക്കെ വരില്ലേ? വരും. പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? ഉണ്ട്, ഇഗ്നോർ ചെയ്യും. എന്താ വരുന്നത്? ഇത് എന്ത് വന്നിട്ട് എന്തിനാ? അവരിപ്പോ അവർക്കൊരു മെസ്സേജ് വന്നു, ആ മെസ്സേജ് അയച്ച് ഞാനൊരു ഹായ് റിപ്ലൈ അയച്ചു കൊടുത്ത് കുറച്ചു നേരം സംസാരിച്ചിട്ട് വേണം അതെടുത്ത് സ്റ്റോറി ആക്കി എന്നെ ഇവിടെ മൊത്തം ഇട്ട് എന്റെ ജീവിതം നശിപ്പിച്ച്. ആ ഒരു സ്കീമല്ലേ? വേണ്ട, ഫെഡാണോ, ലെറ്റ് ഹർ ബി ദർ. നല്ല മര്യാദക്ക് ഒരു ബിസിനസ് പ്ലാനോ സ്ട്രക്ചേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഇട്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ ഉണ്ട്. അല്ലാതെ പെണ്ണ് മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഗേൾസ്, നിങ്ങൾ ചുമ്മാ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും ബിസിനസ് ഐഡിയ വെച്ചിട്ട് അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടും. ഇനിയാണ് അവിടുത്തെ ട്വിസ്റ്റ്. അധികം ഗേൾസ് ഒന്നും മെസ്സേജ് അയക്കാറില്ല, എവറിത്തിങ് ബോയ്സ്. എല്ലാം ബോയ്സിന് മാത്രമുള്ളതാ. നോർമലി ഇപ്പൊ ഒരു ബോയിന് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആൾക്ക് കുറെ ഗേൾസ് ഫാൻസ് ആയിരിക്കും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ, കൂടുതലും ബോയ്സ് ഫാൻസാ. നമുക്ക് എന്തിനാ പെണ്ണ്? ഞാൻ അൻവിനെ ഇന്റർവ്യൂ എടുക്കുന്നു പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ, അയ്യോ അൻവിന നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്റെ അടുത്ത്, അങ്ങനെ ചോദിക്കണേ ഇങ്ങനെ ചോദിക്കണേ എന്നൊക്കെ പറഞ്ഞ് കുറെ ബോയ്സാ അന്വേഷണം പറയുന്നത്. അതെ, എനിക്കും ഇഷ്ടം ആണുങ്ങളെ തന്നെയാണ്. അവർ അടിപൊളിയാണ്, ഡീസന്റ് ആണ്, ക്ലീൻ ആണ്, ചില്ലടിക്കാൻ പറ്റിയ ആൾക്കാരാണ്. ഗേൾസും ചില്ലുള്ള ഗേൾസ് ഒക്കെ. ഗേൾസ് അത്രയ്ക്കൊന്നും പോരാ. ഞാൻ പറഞ്ഞ എല്ലാരും നല്ലതല്ല, പക്ഷെ നല്ല വൈബുള്ള ആൾക്കാർ. അങ്ങനെയല്ല, അങ്ങനെ മോശമൊന്നും ഞാൻ പറയത്തില്ല. ഇപ്പം പിള്ളേരുടെ കൂടെ ഒരു കമ്പനി അടിച്ച് നടന്നു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മൾ ആൺപിള്ളേരൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇപ്പം എവിടെ പോയാലും ഏത് മരത്തിന്റെ ചുവട്ടിൽ ഞങ്ങൾ അട്ടിക്ക് കിടന്ന് ഉറങ്ങും. ഇതൊന്നും പെമ്പിള്ളേരെ കൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചെയ്യാൻ പറ്റുമായിരിക്കും, ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. എന്തായാലും എന്റെ കൂട്ടത്തിൽ പറ്റത്തില്ല. അതുകൊണ്ട് പെമ്പിള്ളേരും വലിയ താല്പര്യമില്ല എനിക്ക്. അപ്പൊ ഇങ്ങനെ മെസ്സേജസ് ഇഗ്നോർ ചെയ്യും. ആരെങ്കിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തിട്ടുണ്ടോ? പിന്നെ ഉണ്ട്. അതൊരു ഒരാളുണ്ട്, അത് ഇച്ചിരി
ബാഡ് സ്റ്റോറി. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് അവസാനം മെസ്സേജ് കാരണം നമുക്ക് തുടക്കം നമുക്ക് അറിയത്തില്ലല്ലോ. റിക്വസ്റ്റ് വന്ന് കിടക്കും, അക്സെപ്റ്റ് ചെയ്താൽ ജനറലാണോ പ്രൈമറിലാണോ വരുന്നതൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് പിന്നെ കോളിലുള്ള ആക്സസ് കിട്ടുമല്ലോ, വിളിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ബ്ലോക്ക് ചെയ്യും, കുറേയൊക്കെ നമ്മൾ ക്ഷമിക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ ആളെയും ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മെസ്സേജ് എനിക്ക് ഈവൻ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഐ വിൽ കം സീ യു വൺ ഡേ എന്നൊക്കെ പറഞ്ഞ് വാസ് ലൈക്ക് യു വോണ്ട് സീ മീ അഗെയിൻ. അങ്ങനത്തെ സ്കീമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ലീസ്റ്റ് ബോധേഡാ. ഇൻസ്റ്റാഗ്രാം അങ്ങനെ എടുത്ത് തുറന്ന് വെച്ച് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, പെൺപിള്ളേർ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മളങ്ങനെ നോക്കാറില്ല. അത് സമയം കിട്ടാറില്ല. എനിക്ക് എൻ്റെ ജീവിതം, they have their life. ഞാൻ സ്കീമാ. ചെറിയൊരു ടാസ്ക് തരാം. എന്താണ്? ഞാൻ 4 ഓപ്ഷൻസ് തരും. അതിൽ അണ്ണന് ഇഷ്ടമല്ലാത്ത ഓരോന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് പോവാം. ലാസ്റ്റ് വരുന്നത് ഫേവറേറ്റ്. ഓക്കെ? ബോയ്സ്, ഗേൾസ്, കാർസ്, ഡോഗ്സ്. ഒന്നുകൂടെ പറഞ്ഞേ. ബോയ്സ്, ഗേൾസ്, കാർ, ഡോഗ്സ്. ആ ഗേൾ എടുത്ത് തിരിച്ചിട്ട് ആ ഓർഡർ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഡോഗ്സ് ആണ് മണ്ടയ്ക്ക്, കാസ് രണ്ടാമത്, പിന്നെ ബോയ്സ്. ഗേൾസ് ആ ഓപ്ഷൻ വേണ്ട. എനിക്ക് താല്പര്യമില്ലെന്നേ. അപ്പൊ ഗേൾ പോയി. ഇനി നെക്സ്റ്റ് ഗേള് പോയി. ബോയ്സ്, കാർസ്, ഡോഗ്സ്. ബോയ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കാസ് ഉണ്ടാവണം. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വണ്ടി മസ്റ്റാണ്. ലെറ്റ് ദ ബോയ്സ് ഗോ. കാർസ് ആൻഡ് ഡോഗ്സ്. അത് ഈസി. മൈ ബോയ്സ്, ഡോഗ്സ് അവരെ മാത്രം മതിയല്ലോ. അതിപ്പോ നമ്മള് കാട്ടി പോയാലും ജീവിക്കാം അവരുടെ കൂടെ. അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ല. ഞങ്ങൾ നടക്കാൻ പോകണം, ചില്ലടിക്കണം, അങ്ങനെയല്ലേ ഉള്ളൂ. വണ്ടിയിൽ കുഴപ്പമില്ല, ഞങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാലോ. ഓക്കെ, നമ്മളിപ്പോ ഇത്ര സമയം കുറെ സംസാരിച്ചു. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഡോഗ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ? അവിടെ ഡോഗ്സിന്റെ ഇവിടെ ഡോഗ്സിന്. അപ്പൊ 2 ഡോഗ് ലവേഴ്സ് ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോഗ്സിനെ കുറിച്ചായിരിക്കും സംസാരം വരുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ടാസ്ക് തരാം. ഡോഗ്സ് റിലേറ്റഡ് ടാസ്ക് ആണ്. ഞാൻ കുറച്ച് ഡോഗ്സിന്റെ പിക്ചേഴ്സ് കാണിക്കും. അത് ഏത് ബ്രീഡാന്ന് പറഞ്ഞാൽ മതി. വെരി സിമ്പിൾ. നോക്കാം. എനിക്ക് സിമ്പിൾ അല്ല, ടഫ് ആക്കി തരുന്നത് കേട്ടോ. മസ്താനി എവിടെ വരെ ചോദിക്കുന്ന ഒരു ഇതെനിക്കുണ്ട്. ലെവലായിരിക്കും അതുള്ളത്, എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈസി ആയിട്ട് പറയായിരിക്കും. ടഫ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം മസ്താനിക്ക് അറിയേണ്ടത് ആദ്യം. നോക്കെ കണ്ണു കാണത്തില്ല, അത് റോട്ട് ഈസി. കണ്ണു കാണത്തില്ല കേട്ടോ എനിക്ക്. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അയ്യോ, അത് ബോക്സ്. ഇതെനിക്കറിയില്ല. ഇതെനിക്കറിയാം. ഏതാ? മസ്താനിക്ക് അറിയുന്ന ചോദിക്കണ്ട. ഇതെന്തായാലും ഷിറ്റ്സു അല്ലല്ലോ. ഇതറിയില്ല. അതെനിക്കറിയില്ല. ഞാൻ ചെറിയ പട്ടികളൊക്കെ നോക്കാറില്ല. എനിക്ക് വരുന്നതിനോടാണ് താല്പര്യം. ഷിറ്റ്സു ആണോ അത്? ഷിറ്റ്സു അല്ലല്ലോ. ഒരു ക്ലൂ തരാമോ? ഇത് പോമറേനിയൻ. അത് പോമറേനിയൻ ഒന്നും അല്ല. പോമറേനിയൻ മറ്റേ വൈറ്റിലല്ലേ വരുന്നത്? അല്ല, കളറുണ്ട്. കളർ എല്ലാം ഇവിടെ ഗൂഗിൾ എടുത്ത് വെച്ചിട്ടാണ് ആ ധൈര്യം പറഞ്ഞത്. ഗൂഗിൾ നോക്കിയാണ്. പോമറേനിയനും ഇന്ത്യൻ സ്പിറ്റ്സും തമ്മിൽ മാറിപ്പോവാറുണ്ട് ചില ആൾക്കാർക്ക്. പക്ഷെ ഇത് പോമറേനിയനാ. ഇത് ഒറിജിനൽ പോമറേനിയൻ. ചില ആൾക്കാർ സ്പിറ്റ്സിനെ കൊണ്ടുവന്നിട്ട് പോമറേനിയനാന്ന് പറഞ്ഞ് പറ്റിക്കും. അങ്ങനെ ചെയ്യരുത്. ഞാൻ പിന്നെ ചെറിയ ബ്രീഡിലോട്ട് വലിയ താല്പര്യം കുറവാണ്. എനിക്ക് ഗോൾഡൻ റിട്രീവറിന് ഇഷ്ടം. പക്ഷെ ഭയങ്കര മെയിൻ്റെനൻസ് അല്ലേ? പക്ഷെ അടിപൊളിയാ, എനിക്കിഷ്ടം. നല്ല കുണുവാവ, ഭീകരന്റെ സ്വഭാവമായിരിക്കും മിക്കവാറും. കുണുവാവല്ലേ? എന്ത് രസാ ഇത്. ഡോബ പ്രൊട്ടക്ഷൻ ബ്രീഡ് അല്ലേ? ബുൾഡോഗ്. ഇതൊക്കെ ഞാൻ പറയാം. ബിഗ് ബ്രീഡ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി. ചെറുതിനെ കൊണ്ടുവന്നിട്ട് ജർമ്മൻ. മസ്താനിക്കൊന്നും അറിയത്തില്ലായിരിക്കില്ലേ? മസ്താനി ഇത്ര എക്സൈറ്റഡ് ആയിട്ട് കൊണ്ട് കാണിച്ചിട്ട് ഞാനത് ഇപ്പൊ തെറ്റിക്കുമെന്ന് ഉദ്ദേശിച്ച് കൊണ്ട് കാണിക്കുന്നത് നോർമൽ ആയിട്ടുള്ളതാണോ? ഓക്കെ, ഫ്രഞ്ച്. ഇതേത് ബ്രീഡാ? ഇത് വല്ല ഷിറ്റ്സു വല്ല ബ്രീഡ് വെച്ച് വരിക്കും. ഏതത്? കണ്ടോ, ലോകത്തില്ലാത്ത ബ്രീഡൊക്കെ വെച്ചിട്ട് വായിക്കാൻ പോലും അറിയത്തില്ല. അതെങ്ങനെയാ വായിക്കേണ്ടതെന്നുള്ളത്. അത് കൊള്ളാം. നല്ല അത് പെമ്പിള്ളറായിരിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡോഗാ. അപ്പൊ അത് മസ്താനി പറ. പൂടിലാണോ? അതൊക്കെ പൂടിലാവുന്നേ. ഈ എല്ലായിടത്തും ഗൂഗിൾ നോക്കി ഇത്ര കോൺഫിഡൻസ്. ഇതിപ്പോ എല്ലാം മാറ്റി കോൺഫിഡൻസ് എന്ന് പറഞ്ഞ മസ്താനിയും ഗൂഗിളാണ്. ആ രീതിയിൽ പറയുന്നല്ലോ. അല്ല, ഞാനായിട്ട് ഞാൻ കാണിച്ചിട്ട്
അത് നോർമലാണല്ലോ. മസ്താനിയുടെ ഷിറ്റ്സു. എന്താ പേര്? ഡോറൻ ടോബി. ഡോറൻ ടോബി. ഒന്നാണോ പെണ്ണുമാണോ? ഡോറ പെണ്ണ്. 9 years. 9 years. ആരെയും ഇഷ്ടമല്ലാത്ത? ഡോറക്ക് ടോബിനെ ഇഷ്ടമല്ല. പെണ്ണിന് ആണിനെ ഇഷ്ടമല്ല. ആണിന് പെണ്ണിനെ ഇഷ്ടമാണ്. അവനിങ്ങനെ പുറകെ നടക്കും. മസ്താനിയുടെ പിള്ളേരായതുകൊണ്ടാ. എന്റെ പിള്ളേരാണ് അങ്ങനെ പോകത്തില്ല. ഇല്ല അങ്ങനെ പറയല്ലേ. ഡോറൻ 9 years ആയിട്ട് എന്റെ കൂടെ കിടന്നുറങ്ങുന്നത്. ഞങ്ങള് ഫീമെയിൽസിനെ മൊത്തത്തിൽ കളഞ്ഞേക്ക. ഇവൻ മീന് വാങ്ങുമ്പോൾ ഞാൻ ഫീമെയിലെ വാങ്ങത്തില്ല. അതെന്താണ്? എനിക്ക് താല്പര്യമില്ല. അതെങ്ങനെ? എനിക്കില്ലേ, ആർക്കും വേണ്ട. ഇത്ര ദേഷ്യം വരാൻ കാരണം എന്താ ലേഡീസിനോട്? ദേഷ്യമൊന്നുമില്ല, താല്പര്യമില്ലാത്ത. അതെന്തായിരിക്കും? ഒരു പെൺകുട്ടി തേച്ചിട്ട് പോയി തേച്ചതൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. അത് പുള്ളിക്കാരിക്ക് അവിടുത്തെ കാണുന്നതായിരിക്കും. തേച്ചതൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് മസ്താനി പറഞ്ഞ ഡയലോഗ് ഇല്ല, എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാലും ഇങ്ങനെ ഉണ്ടോ? ഓക്കെ, എന്നാലും നമ്മൾ ഒരു ടാസ്ക് ആയിരുന്നു ഇപ്പൊ ഇവിടെ കഴിഞ്ഞത്. നല്ല ടാസ്ക് ആയിരുന്നു. വേറെ ടാസ്ക് വേണോ? വേറെ ടാസ്ക് വേണ്ട, കിട്ടിയെടുത്തോളം മതിയായി. ഓക്കെ, അങ്ങനെ നമ്മള് ഡോഗ്സ്, കാർസ്, ബിസിനസ്, ലക്ഷങ്ങൾ, കോടികൾ, വീട്, കാട്, മേട് എല്ലാത്തിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൻവിനെ കാണുമ്പോഴേക്കും കൂടുതൽ അട്രാക്ഷൻ ആവുന്നത് ലുക്കാണ്. ചില സമയങ്ങളിൽ ഒരു ഹോളിവുഡ് വില്ലന്റെ ലുക്ക് ഉണ്ടോന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ക്രിസ്റ്റഫറിലെ വില്ലന്റെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോളിവുഡ് ഒക്കെ നിങ്ങൾ കൊണ്ടുവന്ന സാധനം അല്ല, സത്യമായിട്ടും ചില വീഡിയോസിലല്ലേ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് വരുമ്പോ അത് മുടി കവർ ചെയ്യുമ്പോൾ അതൊക്കെ ഇട്ട് തോന്നുന്നു. എന്തായാലും ഒരു വില്ലൻ ലുക്ക് ഉണ്ട്. ശരിക്കും നിങ്ങൾ നല്ലവനാ കെട്ടവനോ? ഞാനോ? കെട്ടവനായ നല്ലവന് പറയുന്നതായിരിക്കും. ലുക്സിന്റെ സ്വഭാവം എന്തായാലും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട്. പക്ഷെ ലുക്സ് വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്തെന്നാണ് പൊതുവെ പറയാറ്. അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. മസ്താനെ ജഡ്ജ് ചെയ്യാൻ പറ്റും എനിക്ക്? പറ്റോ? ഇല്ല, മേക്കപ്പ് ഇട്ടിരിക്കല്ലേ. അത് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുള്ളത് കുറെയൊക്കെ പറ്റും നമുക്ക്. പിന്നെ ലുക്സ് ഒക്കെ വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റും. മസ്താനെ കുറിച്ച് ഞാൻ പറയാതിരിക്കും നല്ലത്. ലോകത്തുള്ള എല്ലാവർക്കും അറിയാം മസ്താനി ആരാന്നും. മസ്താനിയുടെ പരിപാടീസും ഇന്റർവ്യൂസും എല്ലാവർക്കും അറിയതല്ലേ. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ എന്നാലും പറ, നിങ്ങള് ഈ ലുക്സ് ഒക്കെ കാണുമ്പോൾ ഒരു വില്ലൻ ലുക്ക് കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടില്ലേ? അതിനെങ്ങനെ എടുക്കുന്നത്? ഇഷ്ടമാണോ അങ്ങനെ? പിന്നെ എനിക്ക് ഒരു സിനിമ ചെയ്താൽ കൊള്ളാന്നുണ്ട് വില്ലനായിട്ട്. ഒരു സൈക്കോപാത്ത് സീരിയൽ കില്ലർ, എല്ലാരെയും വരുന്നു, കൊല്ലുന്നു, സന്തോഷം കണ്ടെത്തുന്നു, അങ്ങനെയുണ്ട്. ആ ഒരു രീതിയിൽ ഒരു മൂവി ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്ത് പറ്റും. നമ്മുടെ മാർക്കോ പോലത്തെ ടെറർ, പക്കാ ടെറർ, കൊന്നു കൊല വിളിക്കുക, അങ്ങനത്തെ ഒരു വില്ലൻ വേഷം ചെയ്യണം. റിയൽ ലൈഫിൽ അങ്ങനെ ഇഷ്ടമാണോ? റിയൽ ലൈഫിൽ ചെയ്യണം, ചെയ്ത് കളയാം. ചെയ്യേണ്ട ആവശ്യമൊന്നും നമ്മൾ ചെയ്യും, പിള്ളേരെ തൊട്ട് ചെയ്യും. അത് ഞാൻ സപ്പോർട്ട് ചെയ്യും. കണ്ടോ, ഇപ്പൊ മസ്താനി ഒരു കില്ലർ ആവുമ്പോൾ വേറെ ആരിലും കൊല്ലാ പ്രശ്നം, പിള്ളേർക്ക് വേണ്ടി കൊല്ലാം അല്ലേ? മറ്റേ ആ സിനിമ പറയുന്ന പോലെ സർവൈവലിന് വേണ്ടി ഡോഗ്സിനെ തൊട്ടാ പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യണം. അതെ അതെ. ഉറക്കത്തിൽ വന്ന് ഞാൻ തീരുമാനം പേടിക്കണം. ഇങ്ങനത്തെ ടോണൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ മാറും. ഞാൻ കാണിക്കത്തില്ല, അത് ഇപ്പൊ പറയുന്നത്. രാത്രിയാണ് ഞാനിത് കൊല്ലാതെ ഇറങ്ങുന്നത്. ഇപ്പൊ എനിക്ക് നിൽക്കും, രാത്രി ഒന്ന് ആലോചിക്കും, മിണ്ടാതിരിക്കുമ്പോ ഒരു ചുറ്റിക്ക് എടുത്ത് തലക്കടിച്ചു. ഇപ്പൊ നമ്മള് ചിരിച്ച് കളിച്ചിരുന്നിട്ട് നമ്മൾ ഓക്കെ പ്രൊഫഷണൽ ബിസിനസ്മാൻ. അതെ, അങ്ങനെ നമ്മളിപ്പോ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് സംസാരിച്ചിട്ട് രാത്രി വന്നിട്ട് ചിരിച്ചോണ്ട് കൊല്ലുന്ന ആലോചിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ച മൂവിയിലെ ഇത്. നോക്കാവുന്നുള്ളൂ. പക്ഷെ അഭിനയിക്കാൻ ഇഷ്ടമാണ്. വിളിച്ചപ്പോ ഇഷ്ടം മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാം അങ്ങനെ വേണമെന്നില്ല. അഭിനയിക്കുന്ന സിനിമ ഇതൊക്കെ ആഗ്രഹങ്ങൾ പറയല്ലേ. എല്ലാ മനുഷ്യരും ഓരോ ആഗ്രഹം ഉണ്ടാവത്തില്ലേ? ആഗ്രഹം മാത്രമേ ഉള്ളൂ, ചെയ്യണമെന്നില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് സിനിമ ഡയറക്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്തോളാം. അതായത് ബാക്കി ആൾക്കാരെ തെറിയുണ്ടല്ലോ. അല്ല, ഇപ്പൊ സപ്പോസ് വിളിക്കുവാണെങ്കിൽ നമ്മൾ ആപ്റ്റല്ലേ. അഭിനയിക്കാൻ അറിയുന്ന എത്രയോ പേര് നല്ല ആൾക്കാരുണ്ട്. നമ്മൾ വെറുതെ ആഗ്രഹം പറയുന്നത് നല്ലത്. ലെറ്റ് ദ പീപ്പിൾ കം. കഴിവുള്ള ആൾക്കാർ വരട്ടെ. നമ്മളവിടെ പോയിട്ട് ഓരോ ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നും പറഞ്ഞിട്ട് അവിടെ പോയി കളിയാക്കി വിടും. ഈ എന്തു പാടിയത് ഇറങ്ങി പോകാൻ പറയുന്നത് നമ്മളോട്. ആപ്റ്റ് ആയിട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ശ്രമിക്കാം. വേറെ പണിയൊന്നും ഇല്ല ഇപ്പോ, ശ്രമിച്ചു നോക്കാം. അപ്പൊ നമ്മള് ലുക്സിനെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ ഈ സ്റ്റൈൽസ് ഒക്കെ നമ്മളായിട്ട് ചൂസ് ചെയ്യുന്നതാണോ? അല്ല, ആണോ?
സ്റ്റൈലിസ്റ്റ് ഉണ്ട്. ആ അതാണ്. അത് വെച്ചിട്ട് വർക്ക്ഔട്ട് ആവുള്ളൂ. എനിക്ക് നല്ല കളക്ഷൻ ഓഫ് ഇത് കാഷ്വൽസ് മാത്രമേ എടുത്തുള്ളൂ, അല്ലെങ്കിൽ സ്യൂട്ടേ എടുത്തുള്ളൂ. ഇൻ ബിറ്റ്വീൻ ഒന്നുമില്ല. അപ്പോൾ കല്യാണത്തിന് വിളിച്ച് എങ്ങനെ പോകത്തുള്ളൂ? സ്യൂട്ട് ഇടേണ്ട സാഹചര്യത്തിൽ സ്യൂട്ട് ഇടാം. അല്ലാതെ നമ്മളിപ്പോൾ വേറെ ആളുടെ ഒരു പരിപാടിക്ക് പോയി നമ്മൾ ഡ്രസ്സപ്പ് ചെയ്താൽ പോരെ, വൃത്തിക്ക് ഡ്രസ്സ് ചെയ്ത് പോവാ, ആ ഒരു രീതി. വേറെ ഇതൊന്നുമില്ല. ഇല്ല. അപ്പൊ നമ്മുടെ ഇപ്പം ഒരു ഇന്റർവ്യൂല് പറയണ കേട്ടു അലോപേഷ്യയുടെ ഒരു ഇൻസ്റ്റന്റ്. അതപ്പോ ഏത് സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? പണ്ട് പ്രേമിച്ച കാലത്ത്. പ്രേമിച്ച സമയത്താ? ആണോ? ഇപ്പൊ കറക്റ്റ് ആയില്ലേ? എന്നിട്ട് എന്നിട്ടെന്താ മുടി പോയി പെണ്ണും എന്നിട്ട് പെണ്ണും പോയി മുടി പോയി. അതുകൊണ്ടാണോ പെണ്ണു പോയത്? അങ്ങനെ ഞാൻ പറയത്തില്ല. ചിലപ്പോ ആയിരിക്കാം അല്ലായിരിക്കാം. അതെ, മനസാക്ഷിയോട് ചോദിക്കൂ അല്ലേ? എന്നോടാ? അല്ല, അവളോടാ. ഇങ്ങനെ വെച്ച ആൾക്കാരെ ശരിക്കും ഞാനോ? ഓക്കെ. അപ്പം എത്ര ഇയേഴ്സ് ആയിട്ടുണ്ടോ? എണ്ണീട്ടില്ല, ഒരുപാടായി എന്തായാലും. അപ്പൊ എങ്ങനെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ? അന്നൊക്കെ ഉണ്ടായിരുന്നു ട്രീറ്റ്മെന്റ്. അന്ന് നമ്മൾ ഇതൊക്കെ ഇതിന്റെ പുറകെ മുടിയാണെല്ലാം ഒരു മനുഷ്യന്റെ ലുക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് മുടിയാണെന്നൊരു സ്കീമിലൊക്കെ നമ്മൾ ഒരുപാട് ഞാൻ കയറി ഇങ്ങനത്തെ ഹോസ്പിറ്റലൊന്നുമില്ല. സ്ട്രെസ് അല്ലേ, സ്ട്രെസ് ഹെയർ എന്തായാലും കളയുമല്ലോ. നമുക്കൊന്നൊരു ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലല്ലോ സ്ട്രെസ് ചെയ്യാതിരുന്നൊക്കെ ഉള്ളൊരു സ്കീം. മുടിയുടെ സൗകര്യത്തിന് പോയി. പിന്നെ ഞാൻ മുടിയുടെ പുറകെ പോകുന്നില്ല. കുറച്ചു കാലം പോയി, കുറച്ചധികം കാലം പോയി. എനിക്കൊന്ന് 4 കൊല്ലം കൊണ്ട് ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ സീരിയസ് ആയി തേർഡ് സ്റ്റേജ് കണ്ട എൻ്റെ ഏത് മുടി പോയിട്ട് തേർഡ് സ്റ്റേജ് ഇട്ടോ. നാളെ കമന്റ് വന്നുള്ള ആൾക്കാർ പറയരുത് വേറെ തേർഡ് സ്റ്റേജ് ആണുള്ളത്. അലോപേഷ്യയുടെ തേർഡ് സ്റ്റേജ്. അപ്പൊ പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആയി. ദിസ് ഈസ് മൈ ലുക്ക്, എനിക്ക് എന്തായാലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് ഫൈൻ. ആ ഒരു സ്കീമില് പിന്നെ മുടിയൊന്നും മാറ്റർ അല്ല. അപ്പൊ 16 ഇയേഴ്സിലെ സ്ട്രെസ് എന്തായിരുന്നു? ഹെവി സ്ട്രെസ് അല്ലായിരുന്നു. പെണ്ണ് പോകുന്നു, നമ്മുടെ ലുക്സ് മാറുന്നു, ആൾക്കാരിങ്ങനെ നോക്കുന്നു, അതൊക്കെ ഭയങ്കര ബാഡാ. നമ്മളൊന്നും അവിടെ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു സർവൈവൽ ഇൻസ്റ്റിങ്ക്സ് കിട്ടിയെന്ന് തോന്നുന്നു. നോക്കുന്നവർ നോക്കട്ടെ, ആ സ്കീം വന്നു തുടങ്ങി എനിക്ക് തോന്നുന്നു ആ ഒരു അസുഖത്തോടു കൂടി ആയിരിക്കാം. അതെ, പറയുന്നവർ പറയട്ടെ എന്നുള്ളത്. ആരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മാറ്റർ അല്ലല്ലോ. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ആർക്കും എന്തുകൊണ്ടും പറയാം. അങ്ങനത്തെ ഒരു മൈൻഡാണ് ഞാൻ. ഓക്കെ. ഇപ്പോൾ അങ്ങനെ ഇവിടെ UK വരെയൊക്കെ എത്തി. ഇപ്പം ഇങ്ങനത്തെ ലൈഫ് മുന്നോട്ട് പോകുന്നു. ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടോ? ഉണ്ട്. പ്ലാൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. പ്ലാൻസ് അതല്ല ചെയ്യാൻ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചേക്കുന്നത്. ഇനി ബിസിനസ്സില്ലായിരിക്കും. പുതിയ ബിസിനസ്സായിട്ടൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ചെയ്യും. ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഇപ്പം ചാൻസിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടുത്തൊരു പ്ലാൻ നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ക്യാൻസൽ ചെയ്ത് നേരെ അടുത്ത ബിസിനസ്സിലോട്ട് കയറി ബിസിനസ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്ന റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് ഏതാ, ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ. റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഇരുന്ന് ചില്ലടിച്ച്, അതല്ല റിട്ടയർമെൻറ്റ് ലൈഫ്. നമ്മൾ നമ്മുടെ പീസ്ഫുൾ ടൈം കണ്ടെത്തുന്നു, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യുന്നു. വി ഹാവ് ടു ഡു സംതിങ് അല്ലേ. അപ്പോൾ അത് വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഇതിൽ ബിസിനസ് ഇനിയും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഒരു റിക്കവറീസിനൊക്കെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഈ നാട്ടിൽ എന്തെങ്കിലും തുടങ്ങാൻ ഉണ്ട്, പ്ലാൻ ഉണ്ട്? ഇഷ്ടമുണ്ടോ? ഞാൻ അവിടെ ചെയ്യുന്നൊരു പരിപാടി ഇവിടെ ചെയ്യാനുള്ള പ്ലാനാണ്. റെസ്റ്റോറൻറ്റോ? റെസ്റ്റോറൻറ്റ് ഒന്നും ഞാൻ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞു. റെസ്റ്റോറൻറ്റ് പിടിക്കില്ല, അതൊന്നും ഞാൻ പറയത്തില്ല. അത് വരുമ്പോൾ വരുമ്പോൾ നോക്കാം നമുക്ക്. എവിടെയായിരിക്കും? കൊച്ചി. നാട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? നാട്ടിലോ? വീടിന്റെ അവിടെയാണോ കൊച്ചിയാണോ? വീട്ടിൽ താമസിക്കാൻ അപ്പനും അമ്മയും മാത്രമല്ലേ വീടിൻ്റെ അവിടെ ഉള്ളൂ. അവിടെ അപ്പനും അമ്മയും നമ്മൾ വിളിക്കും, കാണും, പോകും. താമസിക്കാൻ എനിക്കൊന്നും നല്ലത് കൊച്ചിയാന്ന് തോന്നുന്നു അല്ലേ? കൊച്ചി എനിക്ക് കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. സ്ഥലം പീസ്ഫുള്ളാണ്. എവിടെയാ? കൊടുങ്ങല്ലൂർ എവിടെയാ? അതല്ല, കൊടുങ്ങല്ലൂർ എവിടെയാ? കൊടുങ്ങല്ലൂർ തൃശ്ശൂർ. തൃശ്ശൂർ, അതാണ് പീസ്ഫുൾ സ്ഥലം. പക്ഷെ ഞങ്ങളുടെ ഏരിയ കുറച്ച് അതിപ്പോ നമുക്ക് കൊച്ചിയിൽ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ എവിടെ ഗ്രാമം? പാടം പോലും ഉണ്ടാകത്തില്ല, ചുമ്മാ പാടുണ്ട്. ഞാൻ കാണിച്ചുതരാം. അതിപ്പോ ഇവിടെ വല്ലാർപാടത്ത് പാടല്ലേ? ആ പാടല്ല, ശരിക്കും പാടം. പാടം, അമ്പലം, രാവിലെ അമ്പലത്തിലെ പാട്ട്, കിളീന്റെ സൗണ്ട്, അങ്ങനെ ഒരുപാട് വണ്ടിയുടെ സൗണ്ട് ഒന്നുമില്ല. നല്ല ഫ്രഷ് എയർ ആണ്. പിന്നെ എൻ്റെ ഡോഗ്സിന്റെ സൗണ്ട്, അങ്ങനെ പീസ്ഫുൾ ആണ്. അവിടെയും ഞാൻ അവിടെ ഈ പറഞ്ഞ ലിവിങ് അവിടെ. ഇവിടെ പിന്നെ കുറച്ച് ഡിഫറെൻ്റ് ആകാമല്ലോ. കാരണം ഈ കൊച്ചിക്കുള്ളിൽ നിൽക്കാതൊന്നും നമുക്ക് ഒരു ബിസിനസ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അവിടെ നാട്ടിൽ പോയിട്ട് ഗ്രാമത്തിൽ പോയിട്ട് എന്ത് ഡീറ്റെയിൽ ചെയ്യാനാ? വയലോ? അതെ, എന്ത് ഡീറ്റെയിൽ ചെയ്യാനാ? പറഞ്ഞേ, ഗ്രാമങ്ങളൊന്നും ബിസിനസ്സിന് പറ്റിയ സ്ഥലമല്ല. അല്ല, അത് ബിസിനസ് ചെയ്യുന്നവർക്ക് കൊച്ചി നിൽക്കാം. എനിക്കിഷ്ടത്തിനെ പറ്റിയാണ്. ഈ
ഇപ്പൊ നിങ്ങളിപ്പോ അവിടെ താമസിക്കുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും, എന്നാലും പൊതുവെ എന്തെങ്കിലും ഡിഫറൻസസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ടോ? കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും, എന്നാലും ആൾക്കാരുടെ അടുത്ത് നിന്നുള്ള അവിടെ ഇച്ചിരി തിരക്കല്ലേ, അവിടെ ആർക്കും ഒന്നും വേറെ ആൾക്കാരുടെ കാര്യം നോക്കാൻ സമയമൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇവിടെ അയൽവാസത്ത് വീട്ടിലെ കറണ്ട് പോയി നമ്മൾ നോക്കത്തില്ലേ, നമ്മുടെ കാര്യം പോലും മാറ്റി വെച്ചു. അതാണ്, അങ്ങനെയാണ്, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അവിടെ കുറെ കൂടെ എനിക്ക് തോന്നുന്നു ഈസി ലിവിങ് അവിടെയാ, ട്രാവലിംഗ് അവിടെയാ. ട്രാഫിക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പറയുന്ന സമയത്ത് എത്താൻ പറ്റും. ഇതിപ്പോ ഞാൻ ഇന്ന് വന്നിട്ടില്ലേ, ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ ട്രാഫിക് കിടന്നില്ലേ, ഇപ്പൊ വരാൻ പറ്റത്തില്ല. പിന്നെ വണ്ടി ഓടിക്കുന്ന രീതി ആയാലും അവിടെ എവിടെയും ഡിഫറെന്റാ. അവിടെയാണ് രസം, എനിക്കിഷ്ടം അവിടെയാ. ഇവിടത്തെക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്ന അവിടെയാ. പക്ഷേ ഇവിടെയൊക്കെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഒക്കെ വേണം, അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലേ. അവിടെ എക്സ്പെൻസ് കുറവാണോ? അല്ല, അവിടെ ഭയങ്കര കൂടുതലാണ്. അത് ഞാൻ പറഞ്ഞു, അവിടെ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാമല്ലോ. ഇവിടെ വന്നിട്ട് നമുക്ക് നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരാഴ്ചയല്ലേ വന്നിട്ടുള്ളൂ, നന്നായിട്ട് പൈസ പോകുന്നുണ്ട്. ആണോ? എത്ര ചെലവായി? അത് പറയത്തില്ല. പൈസ ഒക്കെ അത്യാവശ്യം ചെലവാകും. ഒരു 5 ലക്ഷം പോയി കാണും. ആണോ? ഒരാഴ്ച ഉണ്ടോ? എപ്പോഴാ തിരിച്ചു പോകുന്നേ? 13-ാം തീയതി. 13-ാം തീയതി വെളുപ്പിനെ പോകും. ഓക്കെ, നമ്മള് ആ ഒരു ഐഡിയ ടച്ച് ചെയ്തിട്ട് കാർ കൊടുക്കാന്നുള്ള ആ ഒരു ഐഡിയ മിസ്റ്റർ ബീസ്റ്റിൽ കണ്ടിട്ടാണ് കിട്ടിയതല്ലേ? ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായ ആളല്ലേ? എനിക്കറിയാം, ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ അല്ലേ? അതെ. പുള്ളി നല്ല രസമാണ്. പുള്ളി വെറൈറ്റി ആയിട്ട് വീഡിയോസ് വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ താല്പര്യം. ഇപ്പോൾ നമ്മൾ ആൾക്കാരെ കൂട്ടി ഞങ്ങളൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഞങ്ങളൊരു യാർഡ്, ഒരു 65 ഏക്കേഴ്സ് യാർഡ് ഞങ്ങൾ ഹയർ ഔട്ട് ചെയ്തിട്ട് അതിന് 3 ലൊക്കേഷൻസ് ഉണ്ട്. ബിൽഡിങ്, ഒരു പാടം, ഒരു ഫോറസ്റ്റ്. 30 സബ്സ്ക്രൈബേഴ്സ് 10 ഈച്ച് എടുത്തിട്ട് വിൽ ഗിവ് ദം 10 മിനിറ്റ്സ് ഹെഡ്സപ്പ് കൊടുക്കും ഓടിക്കോളാൻ. എന്നിട്ട് റിയൽ ഹണ്ടേഴ്സ് വരും. നമ്മുടെ എയറോസോഫ്റ്റിൻ്റെ ഹണ്ട് ഡൗൺ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതായത് എയറോസോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഗണ്ണ്, അത് വെച്ച് നമുക്ക് ആൾക്കാരെ എയിം ഡൗൺ ചെയ്തിടാൻ പറ്റും. പക്ഷേ ലിറ്റിൽ പറഞ്ഞാൽ വെടി വെച്ചിടാൻ പറ്റും. ഐ മീൻ പെയിൻഫുൾ ഒന്നും അല്ല, ചെറുതായിട്ട് ടപ്പേന്ന് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ റിയൽ ഹണ്ടേഴ്സിനെ ഞങ്ങൾ ഇറക്കി ഈ സബ്സ്ക്രൈബേഴ്സിനെ ഹണ്ട് ഔട്ട് ചെയ്ത് റോളക്സും ലിയോ എല്ലാവരും വെച്ച് ഹണ്ട് ചെയ്യിക്കും ഞങ്ങൾ. എന്നിട്ട് അവസാനം വരുന്ന സബ്സ്ക്രൈബർക്ക് 10 ലക്ഷം. സ്ക്വിഡ് ഗെയിം ഒക്കെ പോലെ. അതെ, സ്ക്വിഡ് ഗെയിം പോലെ ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഒരു 5 മണിക്കൂർ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അപ്പോൾ റിയൽ ആയിട്ട് ചെയ്യും, സ്ക്രിപ്റ്റ് ചെയ്യത്തില്ല, എല്ലാം റിയൽ ആയിട്ട്. ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് മിനി കൂപ്പറിന്റെ വീഡിയോ 40 മണിക്കൂർ പോയത്. ആ ഒരു പയ്യൻ he stayed for 40 hours. അതെങ്ങനെ നിന്നു അവര്? മിനി കൂപ്പറിന്റെ പരിപാടീസ് ഒന്നും, അത് ഞങ്ങളൊരു വെയർ ഹൗസ് തപ്പി നടന്ന് അവസാനം വെയർ ഹൗസ് കിട്ടി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മീഡിയ കമ്പനി ഉണ്ട്, അവനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്ത് അവന് ഞാൻ നല്ലൊരു തലവേദന വെച്ച് കൊടുത്തു തലയിൽ. എടാ ഡൂ ഇറ്റ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഹീസ് വെരി പ്രൊഫഷണൽ. എന്നെ ഒന്നും അറിയിക്കാണ്ട് അവരൊരു വെയർ ഹൗസ് ഹയർ ചെയ്ത് തലേ ദിവസം ഞങ്ങൾ വരുമ്പം ഒരു നോർമൽ ഒരു വെയർ ഹൗസ് എന്നോട് പറഞ്ഞു, നീ പോയി കിടന്ന് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ വെളുപ്പിന് 3 മണിയാകുമ്പോൾ പോയി. അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ഡേ വന്നപ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ സെറ്റൊക്കെ ഇട്ട് വണ്ടിയൊക്കെ വെച്ച് ഡീറ്റെയിൽ എല്ലാം കഴിഞ്ഞ് ഇറക്കി വിട്ട് അവർ തന്നെയാണ് ആൾക്കാരെ ചൂസ് ചെയ്തത്. നമ്മൾ ഫോമൊക്കെ അപ്ഡേറ്റ് സ്റ്റോറി ഇട്ടായിരുന്നു. ഫോമിൽ ആൾക്കാർ ഫില്ല് ചെയ്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പിക്ക് ഔട്ട് ചെയ്ത്, വണ്ടി ആവശ്യമുള്ള ആൾക്കാരെ പിക്ക് ഔട്ട് ചെയ്ത് നമ്മൾ കൈവച്ചോളാൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു റെക്കോർഡിങ്. ആ ഒരു വീഡിയോ പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞു പോയി. ആ വീഡിയോ എല്ലാവരും ആദ്യം ചെയ്യേണ്ടത്. കാരണം ആ വീഡിയോയുടെ എക്സ്പെൻസ് ഭയങ്കര ഹൈ ആയിരുന്നു. ഞങ്ങൾക്ക് വണ്ടിയുടെ ഒരു 5-6 ടൈംസ് കോസ്റ്റായി ആ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം. അപ്പോൾ അത് പിന്നീട് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ആ വീഡിയോ ചെയ്തപ്പോൾ, കാരണം അത്രയും മാസീവ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12-13 ക്യാമറസ്, 40 hours ലൈവ് റെക്കോർഡിങ്, ഇതെല്ലാം എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതുവരെ എഡിറ്റിങ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കില്ല. അപ്പം സംവെയർ അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സിനുള്ളിലൊക്കെ ആ വീഡിയോ ഔട്ട് ആവേണ്ടതാണ്. അതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചു പോയിട്ട് ഔട്ട് ആവുള്ളൂ. അപ്പോൾ അതേപോലെ ഞങ്ങൾക്ക് വേൾഡ് വൈഡ് നടന്ന് എല്ലാവർക്കും എന്തെങ്കിലും പൈസ ആയാലും ആ പരിപാടിക്ക് വന്ന എല്ലാവർക്കും ഫണ്ട് കിട്ടിയായിരുന്നു. ലൈക്ക് എല്ലാവർക്കും ഞങ്ങൾ എത്ര കൊടുത്തത് നമ്മൾ £100 TV സബ്സ് അതൊക്കെ അല്ലേ. അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ എന്തെങ്കിലും കൊടുത്തു. £100 ഇസ് നത്തിങ്. അത് എന്നാലും 10,000 രൂപ കിട്ടുകയല്ലേ ഒരാൾ വരുന്നതിന്, ഒരു കോമ്പീറ്റ് ചെയ്യുന്നതിന്. ഇപ്പോൾ നാട്ടിലും അതേപോലെ ഞങ്ങൾക്ക് നല്ല പ്രൊജക്റ്റ് പ്ലാൻ ഉണ്ട്. ലൈക്ക് മാസീവ് പ്രൊജക്റ്റ് കൊളാബ് ചെയ്തിട്ട് ആരുടെയും കൂടെ നല്ലൊരു പരിപാടി ചെയ്താൽ നല്ലതായിരിക്കും. ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടട്ടെ. നാട്ടിൽ ഞങ്ങൾ 100 സബ്സ്ക്രൈബറെങ്കിലും എടുക്കും. നാട്ടിലായിരിക്കും ബിഗ് പ്രൊജക്റ്റ് വരുന്നത്. പിന്നെ ദുബായിൽ വരുന്നുണ്ട്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അവിടെയൊക്കെ പോയിട്ട് ഇതേപോലത്തെ എന്തെങ്കിലും ടാസ്ക്, ട്രഷർ ഹണ്ടോ റേസോ. ദുബായ് ഞങ്ങൾ റേസാണ് പ്ലാൻ ചെയ്തത്. സ്പീഡ് റേസ് അല്ല,
ട്രാഫിക് പാലിച്ച് തന്നെ റേസ് ചെയ്യണം. ഓരോ സ്ഥലത്തെത്തിയപ്പോൾ ഇപ്പോൾ മസാനോട് ഞാൻ ടാസ്ക് ചെയ്ത പോലെ ഒരു ലൊക്കേഷൻ എത്തി ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ക്ലൂ കിട്ടും. ദേ വന്നിട്ട് ലാസ്റ്റ് പേഴ്സൺ കീപ്സ് ദ കാർ. ആ രീതിയിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്ങിലുണ്ട്. ഇതിനൊക്കെ ദമ്പടി വേണം. ദമ്പടി ദുട്ട് അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യും. എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് കോൺസ്റ്റന്റ് ആയിക്കൊണ്ടിരിക്കും. കുറേ മിനി വീഡിയോസ് ഒക്കെ ആയിട്ട് നല്ല കോൺസെപ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പം എല്ലാം കയ്യിൽ പോയി കഴിഞ്ഞാൽ ഞാൻ റിട്ടയർമെന്റ് അങ്ങോട്ട് മാറ്റി വെച്ച് പഠിക്കിറങ്ങും. ഡേ വൺ ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അതെ. ഓക്കെ, നമ്മളിങ്ങനെ അതായത് ഇപ്പം നോർമലി ഇപ്പൊ ചില ആൾക്കാരെ ഇപ്പൊ എനിക്കെല്ലാം കിട്ടണം അല്ലെങ്കിൽ ഞാൻ വളരണം, എനിക്കൊന്ന് സേഫ് ആവണം, സെറ്റിൽ ആവണം എന്നൊക്കെ തിങ്ക് ചെയ്യുന്ന സ്ഥലത്ത് വളരെ കുറച്ച് ആൾക്കാരെ എന്നാൽ പിന്നെ എല്ലാവർക്കും കിട്ടും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവർക്കും കിട്ടട്ടെ ക്യാഷ് എന്തെങ്കിലും. ആ ഒരു മെന്റാലിറ്റി എല്ലാവർക്കും വരാറില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് വരാറുള്ളൂ. അപ്പൊ ആൻവിന് ആ ഒരു പോളിസിയാണോ ഞാൻ വളരുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവരും വളരണം? ഡെഫിനറ്റ്ലി. നമ്മൾ ആൾക്കാരെ ടേക്ക് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാർ നമ്മളൊരു മര്യാദ കൊടുക്കണം. അതായത് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഗ്രോ ചെയ്തില്ലെങ്കിൽ അവരും കളഞ്ഞിട്ട് പോകും. നമ്മൾ വേറെ ആളെ റീപ്ലേസ് ചെയ്ത് നിൽക്കണം. നമ്മൾ ഗ്രോത്ത് അനുസരിച്ച് ഒബ്വിയസ്ലി, അതായത് എൻ്റെ മാനേജർ എന്ന് പറയുന്ന ആളും എൻ്റെ പേഴ്സണൽ മാനേജർ എന്ന് പറയുന്ന ആളൊക്കെ എൻ്റെ കൂടെ നടന്ന് തോളൊക്കെ ഇടുന്ന കൂട്ടുകാരാണ്. അപ്പം നമ്മൾ മേലോട്ട് പോകുമ്പോൾ അവരെയും അതേ പൊസിഷനിൽ നിർത്തണം. ദേ ഹാവ് ടു പേ ദം വെരി ഗുഡ് സാലറി. നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുമ്പം അവരും ടേക്ക് കെയർ ചെയ്യും. അത് വെച്ചിട്ട് ഗ്രോ ടുഗെദർ ആ ഒറ്റ സ്കീമുള്ളൂ എനിക്ക്. അത് ഈസിയാണ്. നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി. ട്രീറ്റ് പീപ്പിൾ വിത്ത് റെസ്പെക്ട്, ദേ വിൽ ട്രീറ്റ് യു ബാക്ക്. ആ ഒരു പോളിസിയാണ്. ഇത്ര നാളത്തെ ഈ ഒരു ലൈഫിൽ നിന്ന് പഠിച്ചൊരു മെയിൻ ലെസൺ അല്ല, എന്നാലും എപ്പോഴും ലൈഫിൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോട്ടോ? നെവർ ട്രസ്റ്റ് എനിവൺ. അത് ശരിയാ. ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരാളെ വിശ്വസിക്കാൻ പാടില്ല, ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ദേ വിൽ ലീവ് അറ്റ് എ പോയിന്റ്, ദേ വിൽ ലീവ്. അപ്പോൾ നമ്മൾ ഒന്നും ഒരു ഡിപ്പെൻഡബിൾ ആവരുത്. ഈസിയാണ്. നെവർ ട്രസ്റ്റ് എനിവൺ. ഞാൻ വിശ്വസിക്കില്ല ആരെയും. അത് ഞാൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പൊ എത്ര വരെ വിശ്വസിക്കും? ഏതിലൊക്കെ വിശ്വസിക്കും? ഒന്നിനും വിശ്വസിക്കില്ല, എല്ലാത്തിലും എൻ്റെ കണ്ണുണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ച് എങ്ങനെ വിശ്വാസം, എന്ത് വിശ്വാസം കൊണ്ട് മസ്താനി ഉദ്ദേശിച്ചത്? എന്തിനാ വിശ്വസിക്കണ്ടേ? ബിസിനസ് ആണോ ഉദ്ദേശിച്ചത്? അല്ല, ഇപ്പം ലൈഫ് ബിസിനസ് ആണെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഒരു ഫ്രണ്ടിനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ട്രസ്റ്റ് വേണമല്ലോ. ഫ്രണ്ടിനെ എടുക്കുന്നില്ലല്ലോ. അല്ല, ഫ്രണ്ട്സിക്കലി ഫ്രണ്ട്സ് ഉണ്ട്. ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സ് അല്ലേ, അവര് ട്രസ്റ്റ് ചെയ്ത് അന്ന് നമുക്ക് ബോധമില്ലല്ലോ, അതുകൊണ്ട് എടുത്ത് വെച്ചെന്നുള്ളൂ. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ പിന്നെ ആൾക്കാർ ഡീസെന്റ് ആയതുകൊണ്ട് അതേപോലെ തോന്നുന്നു. കുറച്ച് പേരുണ്ട്, സ്കൂളിൽ നിന്നായാലും 1-2 പേരുണ്ട്, സറൗണ്ടിങ്സ് ആയാലും 1-2 പേരുണ്ട്, എല്ലായിടത്തും ആൾക്കാരുണ്ട്. അവിടെ UK വിട്ട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി ആ സ്നേക്സ് നമ്മുടെ കൂടെ നിന്ന പണി കിട്ടും, പണി തരാം, അങ്ങനത്തെ ഒക്കെ വിചാരിച്ചിട്ട് മാത്രം നിന്നാൽ മതി. അപ്പം ബി വെരി കെയർഫുൾ. അതാണ് എനിക്ക് പറയാറുള്ളത്. എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ ഇതുവരെയുള്ള ലൈഫിൽ? പിന്നെ പണി ഇപ്പോൾ കിട്ടാതിരിക്കാൻ എന്താ, നമുക്ക് ഏതെങ്കിലും പോയിന്റ് എല്ലാം പണി കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. പണിയൊക്കെ കിട്ടും. നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമേ കാര്യമുള്ളൂ. പണി എങ്ങനെ വേണമെങ്കിലും കിട്ടാം. ഈ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുന്ന ആളാണോ? പിന്നെ പക്ഷെ രാത്രി മാത്രം മറ്റേ സൈക്കോപാത്ത് വരും. രാവിലെ ഞാൻ ചിലപ്പോൾ സ്വപ്നം കാണൂട്ടോ. കാരണം ഒന്ന് അപ്പൊ പറഞ്ഞാൽ മതി, മറ്റേ സിനിമയിലെ വില്ലലൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞെട്ടി എണീക്കരുത് കേട്ടോ, രാത്രി കരഞ്ഞ് എണീക്കരുത്. ഞാൻ ഇവിടെ ഒരു ഇന്റർവ്യൂ എടുത്തായിരുന്നു. ആ കുട്ടിക്ക് എന്താ സ്ലീപ്പ് പാരാലിസിസ്. ആ ഇന്റർവ്യൂ അന്നാണ് എനിക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പൊ ആ കുട്ടിക്ക് അതുണ്ട്. അപ്പൊ എന്റെ മൈൻഡിൽ ആക്ച്വലി അത് കേറി. സംഭവിച്ചില്ലേ? അന്ന് രാത്രി എനിക്ക് അത് ഫീൽ ചെയ്തു. അതുകൊണ്ട് എനിക്ക് പേടിയാവും. സ്ലീപ്പിംഗ് പാലസ് നമ്മുടെ സോള് പുറത്തിറങ്ങാന്നൊക്കെ പറയുന്നത്. എനിക്ക് പുറത്തൊന്നും ഇറങ്ങിയില്ല, പക്ഷെ അനങ്ങാൻ പറ്റിയില്ലല്ലോ. അനങ്ങാൻ പറ്റില്ല, ആരെങ്കിലും പിടിച്ചു വെച്ചേക്കുന്ന പോലെ. ഇനിയും സംഭവിക്കും. അല്ല, ഇന്ന് നമ്മളത് പറഞ്ഞല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇനി അത് സംഭവിക്കും. ഞാൻ കോൺഷ്യസ് ആയിരിക്കും, എന്റെ മൈൻഡിൽ ഉണ്ടാവും ആ സാധനം. സബ് കോൺഷ്യസ് ആയിരിക്കും. അതാ, അതുകൊണ്ട് ഇങ്ങനൊന്നും പറയില്ല ചിലപ്പോ. എന്ത് പണിയാ കിട്ടി? അതൊന്നുമില്ല. നമ്മള് ആൾക്കാരൊക്കെ വരും, നമ്മൾ ഒരുപാട് പേരെ സഹായിക്കും, കളഞ്ഞിട്ട് പോകും. നമ്മളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, അവരും കളഞ്ഞിട്ട് പോകും. അത് ആൾക്കാർക്ക് കിട്ടേണ്ടതുപോലെ ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ കണ്ടുണ്ടാവരുത്. വി ഹാവ് ടു പേ ദം. സ്റ്റാഫ്സ് ആർ ഓൾവേസ് സ്റ്റാഫ്സ്. അതങ്ങനെ നിൽക്കാവുള്ളൂ. ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഇമോഷണലായിട്ട് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് പോയി അവർക്ക് കൂടുതൽ പൈസ വേണം, അല്ലെങ്കിൽ അവർ നമ്മുടെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് ടു ബാഡ്. സ്റ്റേ വേ യു ഹാവ് ടു സ്റ്റേ. അതിനപ്പുറത്തോട്ട്, ലിമിറ്റിനപ്പുറത്തോട്ട് ആരും പാടില്ല. ഇല്ല, അതങ്ങനെ കീപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ബുദ്ധി. അത് ആക്ച്വലി നല്ലൊരു ടേമാണ്. നമ്മൾ കൂടുതൽ ഫ്രീഡം കൊടുക്കുമ്പോഴാണ് ആൾക്കാർ തലേ കയറി. യെസ്, ഫ്രീഡം കൊടുത്ത് തലേ കയറിയ നമ്മളെ കൊണ്ട് അതെ നാശത്തിലേക്കാണ് ഇതിന്റെ പോക്ക്. അത് നല്ലൊരു പോളിസിയാണ്.
അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് നല്ലതാണ്. കാര്യങ്ങൾ എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോകും. കാരണം നമുക്ക് ആരെയും വിളിക്കേണ്ട, പറയേണ്ട, കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കണമെങ്കിൽ ഒരു നല്ല പോയിന്റ് അത്. ഒറ്റയ്ക്കാണെങ്കിൽ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ചില്ലടിച്ച് സമയം കളഞ്ഞ് നല്ല കൂട്ടുകെട്ടാവാം, മോശം കൂട്ടുകെട്ടാവാം. അത് ചെറിയൊരു ടോക്സിസിറ്റിയിൽ പോലെ സംഭവിച്ചു പോകും. നമ്മുടെ ഡെവലപ്മെന്റ് നമ്മൾ തന്നെ വിചാരിച്ചിട്ട് കാര്യമില്ല, ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. അത് വെച്ച് വർക്കൗട്ട് ചെയ്യാം. ആ ഒരു സ്കീമാണ്. ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ എൻ്റെ ലൈഫ് UK ഒരു വിസ ആപ്ലിക്കേഷൻ വെക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു സമയത്ത് അവിടുത്തെ ഒരു പുള്ളി ഉണ്ടായിരുന്നു, ബോബി എന്ന പേര്. പുള്ളിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. സ്റ്റിൽ കടപ്പെട്ടിരിക്കുന്നു, ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ. ഐ വിൽ സ്റ്റിൽ ഡു ഇറ്റ്. അത് എനിക്ക് കടപ്പാടുണ്ടെങ്കിൽ അതൊരാളോടെ ഉള്ളൂ. സ്റ്റുവർട്സ് നല്ല മനുഷ്യനാണ് ബോബി. He'll be watching too. Hi. Okay. ഞാൻ കുറെ ഇപ്പം നമ്മൾ കുറെ കമന്റ്സിനെ കുറിച്ച് സംസാരിച്ചല്ലോ. ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഇൻഫ്ലുവൻസ്, അതായത് ആൻവിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയി, കോൺഫിഡൻസ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ലാതെ ഈ ചില കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നത് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ടെന്ന് പറയും. നമ്മൾ ആൾക്കാരെ ഹാപ്പി ആക്കാൻ എല്ലാവർക്കും പറ്റില്ല. ഇപ്പം ആൻവിൻ്റെ വീഡിയോസ് കണ്ട ആൾക്കാർ ഹാപ്പി ആവുന്നുണ്ട്. അതറിയുമ്പോൾ എന്താ ഫീൽ ചെയ്ത്? നല്ലതല്ലേ, നമ്മൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യല്ലേ, നെഗറ്റീവ് അല്ലാതെ. എനിക്ക് അങ്ങനെ കമന്റ്സിലൊന്നും അധികം ഓവറായിട്ട് നെഗറ്റീവ് ഒന്നും അധികം കണ്ടിട്ടില്ല. വന്നാലും കുഴപ്പമൊന്നുമില്ല. അത് ഈ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ഇത് കവർ ചെയ്ത് കളഞ്ഞോളും, നെഗറ്റീവ് ഒക്കെ വന്നാലും. പക്ഷെ നമ്മൾ ഒരാൾക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡീസൻ്റാണ്. അത് നമുക്കത് നല്ലൊരു ഫീൽ കിട്ടും, ഒരു ഹാപ്പി ഫീൽ ആയിരിക്കും അത് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നുള്ളൂ. നെഗറ്റീവൊക്കെ നമ്മൾ ഇഗ്നോർ, അത് ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ആരെന്ത് പറഞ്ഞാലും കാര്യമില്ല. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി അവർ ആലോചിക്കാം, അങ്ങനെയാണോ ഇങ്ങനെയാണോ കാര്യങ്ങളെന്നൊക്കെ ആലോചിച്ച്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഇപ്പം ഇത്രയും ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എന്തായാലും എവിടെയെങ്കിലൊക്കെ ഒരു നെഗറ്റീവ് തോട്ട്സോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സോ അങ്ങനെയൊക്കെ വരാറില്ലേ? ഒട്ടും വരാറില്ലേ? അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഇഫ് ദർ ഈസ് എ പ്രോബ്ലം ടേക്ക് ആക്ഷൻ. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതായത് ഒരു പ്രോബ്ലം നമുക്ക് റൈറ്റ് ഡൗൺ ചെയ്യാൻ പറ്റിയ അതിൻ്റെ മുക്കാലും പ്രശ്നം സോൾവ് ആയി തുടങ്ങിയെന്ന് അതിൻ്റെ മീനിങ്. കാരണം ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ വേണ്ടേ, എന്താണെന്നത് നമ്മൾ ചില്ല ഔട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് കളയാന്നുള്ളൂ. എനിക്കത് നോർമലായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ സ്ട്രെസ് അടിച്ച് എല്ലാം പോയില്ലേ. ഞാൻ ചിന്തിക്കുന്ന പോലെ വെറുതെ ഇത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ മസ്താനി ഇപ്പം എന്ത് വിചാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. മസ്താനി എന്തെങ്കിലും വിചാരിക്കേ, ഞാൻ ആ പ്രശ്നം സോൾവ് ചെയ്താൽ പോരെ. അങ്ങനെ ആക്ട് ചെയ്യണം. എൻ്റെ പാർട്ട്ണർ ഒരാളുണ്ടായിരുന്നു, പുള്ളി ഗുഡ് മാൻ, ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. പുള്ളി ഇതുപോലെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരാളായിരുന്നു. പക്ഷെ പുള്ളിക്ക് പുള്ളിയെ ഞാനിത് കാണിച്ചു കൊടുത്തേ. ഇത് ഞാൻ പുള്ളിക്ക് വേണ്ടി അടിച്ചതാണ്. ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര പാനിക്കായിരുന്നു, ടെൻഷൻ ആയിരുന്നു ഒരു സമയത്ത്. കാരണം പാവം മനുഷ്യൻ 4 പിള്ളേരെ കൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന മര്യാദയ്ക്ക് ഒരു മനുഷ്യനെ ഞാൻ പിടിച്ച് ബിസിനസ്സിലോട്ട് ഇട്ടതാ. അപ്പോൾ ഈസ് ഗുഡ് നൗ. അതെ. ഓക്കെ. ഞാൻ വേറൊരു കമന്റ് കണ്ടതാണ് നമ്മുടെ പിള്ളേരുടെ വീഡിയോസിൽ താഴെ വന്നൊരു കമന്റാണ്. കമന്റ് ഇങ്ങനെയായിരുന്നു, ലാസ്റ്റ് നിന്നെ തന്നെ തിന്നും നീ ഒരുങ്ങിയിരുന്നു. അതിന് ആൻവിൻ കൊടുത്ത റിപ്ലൈ ആണ് എനിക്ക് കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. എന്താ, പുറകിൽ നിന്ന് കുത്താൻ ഇവർ മനുഷ്യരാണെന്ന് വിചാരിച്ച ബ്രോ. അതെ, അത് ഞാൻ എന്നെ പുറകിൽ നിന്ന് കുത്തിയിട്ടുള്ള എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് അത് കമന്റ്സ് നമ്മൾ അങ്ങനെ റിപ്ലൈ കൊടുക്കാവുള്ളൂ. അത് ഞാൻ മനസ്സിൽ നിന്ന് പറഞ്ഞ കമന്റ് തന്നെയാണത്. പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഞാൻ തോന്നുന്നില്ല. ഡോഗ്സ് ആർ ലവ്, ഞാൻ പറഞ്ഞില്ലേ, ലോയലായിരിക്കും. പിന്നെ വേറെ വന്ന കമന്റ് ആണ്, ഇത്രയൊക്കെ ഷോ കാണിച്ചിട്ട് ലിയാപ്പിക്ക് മാത്രം ഉണക്കമീൻ കൊടുക്കുന്നു. ഉണക്കമീൻ റൈസ് ഫ്രാറ്റ്, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അത് അവർക്ക് അറിയത്തില്ലതേ ഉള്ളൂ. ലിയാപ്പി അവൻ്റെ ഫേവറേറ്റ് അത്. റോളക്സ് ഒന്നും കഴിക്കുന്നില്ല. റോളക്സ് കഴിക്കാൻ ഭയങ്കര പിക്കിയ. ലിയാപ്പി അത്യാവശ്യം നന്നായിട്ട് കഴിക്കും. ഭീകരൻ എല്ലാം കഴിക്കും. ഭീകരൻ നമ്മൾ ചിലപ്പോൾ ഒരു പൊട്ടറ്റോ താഴെ പോയി കഴിഞ്ഞാൽ ആ പൊട്ടറ്റോ വരെ കാവ് ചെയ്ത് ഇത് കഴിച്ചോണ്ടിരിക്കും. അത് അങ്ങനത്തെ ഒരു ജീവിയാണത്. വെറൈറ്റി പീസ. 3 രീതിയിലാണ്. ഒരാൾ കുറച്ച് കഴിക്കും, ഒരാൾ അത്യാവശ്യം കഴിക്കും, ഒരാൾ എല്ലാം കഴിക്കും. ആ രീതിയിൽ. ഡോറ എല്ലാം കഴിക്കുമോ? എല്ലാം കഴിക്കും. ടോബിക്ക് ചിക്കൻ, പിന്നെ അവരുടെ ഫുഡ്. അവരുടെ എന്ത് ഫുഡാ? അവരുടെ ഡോഗ് ഫുഡ്. ഡ്രൈ ഫുഡാ? ഡ്രൈ ഫുഡും പിന്നെ ഡ്രൈ ഫുഡ് ഈസ് നോട്ട് ഗുഡ്. അറിയത്തില്ലായിരുന്നു. ഇല്ല, റോ ഏറ്റവും നല്ലത്. ആണോ? ഞാൻ കണ്ടിട്ടുണ്ട് മീറ്റ്, റോ മീറ്റ് ആണല്ലേ അവർക്ക് കൊടുക്കുന്നത്. വെറൈറ്റി മീറ്റ്സ് അല്ലേ അത്? ഞങ്ങൾ കാട്ടുപന്നി, മാന്, ടർക്കി, ചിക്കൻ, ബീഫ് ഇതെല്ലാം കോംബോ മിക്സ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് അങ്ങനെ മേക്ക് ചെയ്ത്
കൊടുക്കും 80-10 80% മീറ്റ് 10% വെജ് 10% പോൺ ആ രീതിയിലാണ് അത് ചെയ്യുന്നത്. അത് അവന്മാർക്ക് നല്ലപോലെ കൊടുക്കണം. അവർക്ക് നല്ല ക്വാണ്ടിറ്റി ആണല്ലോ. അവര് 10-12 കിലോ മീറ്റ് പെർ ഡേ, പിന്നെ ഒരു ചോറ് കൊടുക്കും ഞാൻ. ഫൈബ്രൻ കാപ്സ് മസ്റ്റായിട്ട് അവർക്ക് വേണ്ടത്. പിന്നെ കുറച്ച് ഫിഷ് ഓയിലൊക്കെ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാമാ. ഞാൻ മറ്റേ ഡോക്ടറിൻ്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവരെനിങ്ങനെ നോക്കുന്നത് എങ്ങോട്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ട് പോകുന്നത്. ഞാൻ അപ്പോൾ പറയും വീട്ടിൽ 3 എണ്ണം ഉണ്ട്, അവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കത് ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് അങ്ങനെ പോയി വാങ്ങുന്നത്. ഒരു ഷോപ്പിങ്ങിന് 10-90 കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് പോകും. എനിക്ക് അത്ര ഒന്നും വേണ്ട, കുറച്ചുകൂടി ഇച്ചിരി കൊടുത്താൽ മതി. ഇവിടെ അല്ല എന്നെ തിന്നും, അല്ല എന്നെ ചിലപ്പോൾ തിന്നുക കമന്റ് പറയുന്ന പോലെ. പക്ഷെ എൻ്റെ ഡോഗ്സ് അങ്ങനെ അധികം വേണ്ട, കുറച്ച് മതി. കുഞ്ഞു കുമ്പല്ലേ പെട്ടെന്ന് പറയും. കുമ്പയോ? അത് വേറൊരു കമന്റ് ആണ്, അണ്ണ അസിസ്റ്റന്റ് വേക്കൻസി ഉണ്ടോന്ന്. അസിസ്റ്റന്റ് വേക്കൻസി ഇല്ല. കുറെ ആൾക്കാർ അണ്ണന്റെ കൂടെ എങ്ങനെയെങ്കിലും കമ്പനി ആണോന്ന് കൂടെ ചേരണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ചിലതൊക്കെ ജെന്യൂൻ ആയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും, ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ടോ. നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, ഉണ്ടായതേ ചെയ്തു കൊടുത്തേ. കാരണം ഇത്രയും ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആരെ പിക്ക് ചെയ്യും? ഇറ്റ്സ് നോട്ട് ഈസി. എനിക്കറിയാം ഔട്ട് ദെയർ സമ്മൺ വിൽ ബി ദർ, ഡിസേർവിംഗ് ആയിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടാവും അറിയാം. പക്ഷേ ഈ കമന്റിലോ മെസ്സേജിൽ കൂടി നമുക്ക് ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര പേര് രക്ഷിക്കും? നമ്മൾ എന്ത് സഹായം ചെയ്യും? ഐഫോൺ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ബൈക്ക് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ലക്ഷങ്ങൾ ചോദിക്കുന്നത്, കോളേജ് ഫീസ് ചോദിക്കുന്നത്, ആരെങ്കിലുമൊക്കെ ഒരു പോയിന്റ്. പിന്നെ നമ്മൾ സഹായിക്കുന്നതിലും അർത്ഥമില്ല. കാരണം അവർ മനസ്സിലാക്കണം, എത്തി വരണം. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഡൗൺ ആക്കുക. ലൈക്ക് ദർ ഈസ് സമ്മൺ ടു ഹെൽപ്പ് യു ഔട്ട് എന്നുള്ള സ്കീം മാറ്റി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെൻറ്റാലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടെ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ട് പോകുന്നത്. കമന്റ്സ് ആർ ഓൾവേസ് ഫണ്ണി. അങ്ങനെ വേക്കൻസി ഒന്നും ഇല്ല. ഇല്ല. ക്യാമറമാനെ റിവീൽ ചെയ്യാൻ കുറെ പേര് പറയുന്നുണ്ട്. ക്യാമറമാനൊന്നും ഇല്ല. ക്യാമറമാനൊക്കെ ഓരോ ആൾക്കാർ ആരെൻ്റെ കൂടെ അന്നേ ദിവസം കൊണ്ട് അവരാണ് ക്യാമറ ഓടിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ തന്നെ ട്രൈപ്പോളെ കൊണ്ട് വെച്ചിട്ട് ഇതായിരുന്നു നടന്നു പോകുന്നത് സ്കീമുണ്ട്. ഇത് ഒരാൾ ആരെപ്പം കൂടുതൽ സമയം ഈ ചോണോ 2 പേരുണ്ട്, അതിൽ ആരെങ്കിലും ഒരാളായിരിക്കും എപ്പോഴും ക്യാമറ പിടിക്കുന്നത്. അതെങ്ങോട്ട് പോയാലും ഇനി ഒറ്റയ്ക്കാണെങ്കിൽ ക്യാമറ മൂലയ്ക്ക് പിടിച്ച് ജസ്റ്റ് സെൽഫി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഫുട്ടേജസ് ഒന്നുമില്ല. അതിങ്ങനെ പ്രോപ്പറായിട്ട് അറിയുന്ന ഒരാൾ എടുത്തോണമെന്നൊന്നുമില്ല. എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പോലെ എടുക്കാമല്ലോ. അപ്പൊ ഇനി ക്യാമറമാനെ വേണോന്ന് ചോദിച്ചിട്ട് ഇപ്പൊ കമന്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. ക്യാമറമാൻ വേണ്ട, പ്രൊഫഷണൽസ് അല്ല, പ്രൊഫഷണൽ പീപ്പിൾ അല്ലല്ലോ സോഷ്യൽ മീഡിയയുടെ. അപ്പൊ നമുക്ക് എന്തിനാണ് ക്യാമറമാനും എഡിറ്ററും? ഞാൻ തന്നെയാണ്. എൻ്റെ സ്റ്റുഡിയോ കണ്ടിട്ടുണ്ടോ? ഞാൻ പുതപ്പെടുത്ത് തലേ കൂട്ടിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അതെ, അതാണ് എൻ്റെ സ്റ്റുഡിയോ. ഓക്കെ. ചില ആൾക്കാർ റോളക്സിന് ഗീവ് അവേ കൊടുക്കുമെന്നൊക്കെ ചോദിക്കും. റോളക്സിനെ പണ്ട് ഒരാൾ വില ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ നടന്നു പോയപ്പം അവന് വില പറഞ്ഞായിരുന്നു. നല്ല ഫിഗറാണ് പറഞ്ഞത്. ഞാൻ പുള്ളിയോട് പറഞ്ഞ ഡയലോഗ് അത്രേ ഉള്ളൂ, നോ മാറ്റർ വാട്ട് എമൗണ്ട് യു സേ. അവനെ കൊടുക്കുന്നില്ല. എനിക്ക് ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ഒന്ന് ചോദിക്കുന്നത്. ഗിവ് അവേ കൊടുക്കുമെന്ന് ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ പാരൻസിന് ഗിവ് അവേ കൊടുക്കത്തില്ലല്ലോ. സെയിം സിനാരിയോ. ഞാനും അവരെ കൊടുക്കത്തില്ല. നമുക്ക് വിലയില്ല. അതിന് എത്ര വില പറഞ്ഞാലും കൊടുക്കില്ല. ഏത് റേറ്റ് പറഞ്ഞാലും നെവർ. കാരണം എൻ്റെ കൂടെ അവൻ ജീവിക്കുന്ന പോലെ വേറെ ആളുടെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവനെ അത്ര അറ്റാച്ച്ഡാണ്. ബാക്കി ആരായാലും കൊടുക്കില്ല. ചാവുന്നെങ്കിൽ അങ്ങനെ ചത്താൽ മതി, കൂടെ നിന്ന് ചത്താൽ മതി. എത്ര വയസ്സുണ്ട് ആർക്ക്? അവർക്ക് 3 പേർക്കും. റോളക്സ് 3 വയസ്സാവുന്നു ഡിസംബർ 1. ലിയാപ്പിക്ക് 2.25 ഭീകരൻ 7 months. ഭീകരൻ is small. ഈ നാട്ടിൽ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു? അവിടെ നോക്കാൻ ആളുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ടേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർ മിസ് ചെയ്യില്ലേ? മിസ് ചെയ്യും. റോളക്സ് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് റോളക്സിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടായില്ലേ? ഞാൻ വേണേ അയച്ചു തരാം വീഡിയോ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഇങ്ങനെ വിഷമിച്ചിരിക്കും. എന്റെ ഡോബ് ഇരിക്കും ജനലിന്റെ അവിടെ. ഞാൻ പറഞ്ഞിട്ട് ഞാനില്ല അവിടെ പോയി കുറച്ചിരിക്കുക. എന്റെ ഡോബ് ഇരിക്കും ജനലിന്റെ അവിടെ. ഞങ്ങളൊരു സ്പേസ് വെച്ച് ഒരു ചെയർ വെച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ മേലെ കയറിയാല് പുറം കാണാൻ പറ്റും, ഗേറ്റ് ഒക്കെ. അപ്പൊ ഞാൻ പോയി ആ ജനലിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കും. എപ്പ തിരിച്ചു വരും നോക്കിട്ട് അവിടെ ഇരിക്കും. അതെന്തിനായിരിക്കും അറിയോ? എപ്പ തിരിച്ചു വരുന്നത് എന്നായിരിക്കും. മനുഷ്യർ ആഗ്രഹിച്ചാലും ഡോഗ്സ് അങ്ങനെ ആഗ്രഹിക്കും. സൗണ്ടിന് ഭയങ്കര ഫാൻസ് ആണ് ആൻവിന്റെ. എന്റെയോ സൗണ്ടിനോ? അത് വോയിസ് ഓവർ ചെയ്യുന്നതിന്റെ ഇതല്ലേ, സൗണ്ടിന്റെ ഫാൻസ് ഒന്നും അല്ലല്ലോ. നല്ല സൗണ്ടാണ് ബ്രോന്റെ സൗണ്ട് അടിപൊളിയാണ്. ആദ്യത്തെ എനിക്ക് തോന്നുന്നു ചിലവരൊക്കെ ബ്രോ തന്നെയാണ് വോയിസ് ഓവർ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടില്ല. അത് വോയിസ് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ റോ ടോക്ക് അല്ലേ. നമ്മളിപ്പോൾ സംസാരിച്ചിരിക്കുന്ന പോലെ തന്നെ അവിടെയും സംസാരിക്കാറുള്ളൂ ഞാൻ. അല്ലാണ്ട് ഞാൻ പ്രൊഫഷണലായിട്ടൊന്നും സംസാരിക്കാറില്ല. അതുകൊണ്ട് അതായിരിക്കും.
കാരണം ഞാൻ പറഞ്ഞില്ല മാക്സിമം റോ ആവുക, അധികം ഹൈഡ് ചെയ്യാണ്ട് മാക്സിമം റോ ആയിട്ട് തന്നെ കാര്യങ്ങൾ കാണിച്ചാൽ മതി. എന്നിട്ട് ഇന്റർവ്യൂലെല്ലാം ഹൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇന്റർവ്യൂ അതൊരു പ്രൊഫഷണൽ സൈഡാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ മാസ്താനി അൺപ്രൊഫഷണൽ ആയതുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞു തന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാം ചൂടെടുക്കും. എല്ലാം ചൂതെടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഫുഡൊക്കെ ആരുണ്ടാക്കുന്നത്? ഷെഫുണ്ട്. അപ്പൊ ഡോഗ്സിനും അവർക്കുള്ള ഫുഡ് ഓൾറെഡി അവിടെ ഉണ്ട്. ഷെഫ് മാനേജ് ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെയും. ഓക്കെ, അടിപൊളി. കുറെ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് അടിപൊളിയാണ്, സൂപ്പറാണ്, പക്ഷെ എപ്പോഴെങ്കിലും ബോറടിക്കാറുണ്ടോ? പിന്നെ ബോറടിക്കാതിരിക്കാൻ എന്താ, മനുഷ്യനല്ലേ, ബോർ എന്തായാലും അടിക്കും. എന്തിനാ ബോറടിക്കണേ? മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളൊന്നും ചെയ്യാല്ലാണ്ട് വീട്ടിൽ ഒരു ചായ കുടിച്ച് പുറത്തോട്ട് നോക്കിയിരിക്കണ്ടേ, നല്ല രസമല്ലേ? അത് വലിയ രസമൊന്നുമില്ല. അതൊക്കെ പറച്ചിലല്ലേ. ഈ മഴയത്ത് ചായ കുടിച്ചിരിക്കുന്നതിൽ എത്ര രസം എന്താ? എനിക്കിഷ്ടം. എത്ര നേരം ഇരിക്കും? ഞാൻ കുറെ നേരം ഇരിക്കും. എത്ര നേരം ചായ കുടിക്കും? ചായ 2 കുടിക്കും. അല്ലെങ്കിൽ ഞാൻ മഴ പെയ്യുമ്പോ പൊതിച്ചു പിടി കിടന്നുറങ്ങും. ഇതൊക്കെയാ പ്രശ്നം. അതാ പിന്നെ ബോറടിക്കുന്നവർ ഉറങ്ങിയാൽ പോലെ പിന്നെ ബോറടിക്കത്തില്ലല്ലോ. എനിക്കങ്ങനെ ഉറങ്ങാനൊന്നും പറ്റത്തില്ല അങ്ങനെ അനാവശ്യമായിട്ട്. എന്തിനാ, ഞാൻ ഭയങ്കര കുറച്ച് ഉറങ്ങാറുള്ളൂ. 4 hours. അതാണ് എൻ്റെ മാക്സിമം. ഇന്നലെ രാത്രി ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ 6 മണിക്ക് എത്തി, 8 മണിക്ക് എണീറ്റ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു രാവിലത്തെ. അത് 2 hours ഉറങ്ങിയിട്ടുള്ളൂ. ഉറക്കം ഭയങ്കര കുറവാണ്. ശരിക്കും അത് അൺഹെൽത്തി അല്ലേ? അൺഹെൽത്തിയാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ അൺഹെൽത്തി ആയാലേ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സെറ്റിലായിട്ട് വേണം നന്നായിട്ട് ഉറങ്ങി തുടങ്ങാൻ. ഇത്തവണ ചിലപ്പോൾ ജിമ്മിലൊക്കെ പോയിരിക്കും തിരിച്ചു പോകുമ്പോൾ. ആഗ്രഹമുണ്ട് ജിമ്മിൽ പോകണം. ആരോഗ്യം മൊത്തം നശിച്ചു. ജിമ്മിൽ പോകണം ഇഷ്ടമല്ല? ജിമ്മിൽ പോകുന്ന ഇഷ്ടമാണ്, തിരുത്തി ഇഷ്ടമല്ല. ബോഡിയൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, തടി വെക്കണം, ബോഡിയൊക്കെ ആക്കി നല്ല രസം നടക്കണം. ഇതൊക്കെ സ്ട്രഗിൾ അല്ലേ. വല്ല ബിസിനസ് ആയിരുന്നു, ഞാൻ വല്ല സെയിൽസ് ഡീലൊക്കെ ആയിരുന്നു ഞാൻ ക്ലോസ് ചെയ്ത് തരായിരുന്നു. അവിടെ പോയി ഡമ്പലൊക്കെ എടുത്ത് പൊക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഐ ട്രൈ മൈ ബെസ്റ്റ്. പക്ഷെ വൺസ് അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു കിക്കാം. മസ്താനി ജിമ്മിൽ പോകുന്നുണ്ടോ? പോകാറുണ്ടോ? ചുമ്മാ കോൺഫിഡൻസോടെ മുഖത്തൊക്കെ ജിമ്മിൽ പോകാറുണ്ട്. 5 കിലോ കുറഞ്ഞോ? അപ്പൊ എത്ര വെയിറ്റ് ഉണ്ട് ഇപ്പോ? ഇപ്പൊ 55. എനിക്ക് 57 ആണല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ ഇന്റർവ്യൂ ആണെങ്കിൽ അല്ല, ഇന്റർവ്യൂയുടെ ടൈം അനുസരിച്ച് ഒന്നല്ലെങ്കിൽ രാവിലെ പോകും അല്ലെങ്കിൽ ഈവനിങ്. ട്രെയിനറുണ്ടോ? ട്രെയിനറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻവിൻ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലാവരുടെയും ഫാൻസായ ആൻവിനെ ഫൈനലി നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വെൽക്കം. എന്ത് പറയാനുള്ള ഫാൻസിനോടൊക്കെ? ഇതൊന്നും പറയാനില്ല. അങ്ങനെ പറയല്ലേ. ഇതൊന്നും കണ്ടോണ്ടിരുന്ന സമയം കളയണ്ട. ഗോ ഡു സംതിങ് വെരി പോസിറ്റീവ്. അത്രേ പറയാനുള്ളൂ. അടിപൊളി. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു വെരി